അങ്ങനെ കണ്ടടേ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ. എൻ്റെ പൊന്നടാ വേ എന്തരോ എന്തോ. അങ്ങനെ ഒരു പടം. ഇന്ദ്രജിത്തും അനശ്വരയും ഇവരാണ് ഈ പടത്തിന്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഇവർ രണ്ടേ ഉള്ളൂ ഈ പടത്തിൽ. പിന്നെ സൈഡിൽ അങ്ങും ഇങ്ങും രണ്ടുപേരൊക്കെ വന്നും പോയൊക്കെ നിൽക്കുന്നു. ഒരു കാറിൽ ഒരു ട്രാവലിങ്, അത്രേ ഉള്ളൂ ഈ പടം. എനിക്ക് പറയാനുള്ളത്, ഒരു 15 കിലോമീറ്റർ ട്രാവൽ ഉണ്ടെന്ന് പറഞ്ഞാണ് ഈ പടം. കുറച്ച് സ്റ്റാർട്ടിങ് കഴിഞ്ഞുകൊണ്ട് ഇന്ദ്രജിത്ത് പറയും ഇവളെ കൊണ്ട് അത് പടം കണ്ട് മനസ്സിലാക്കുക എന്താണെന്ന്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, അതും കൂടെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ കാണേണ്ട കാര്യം വരത്തില്ല, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പം ഒരു 15 കിലോമീറ്റർ പോകണ്ടെന്ന് പറയുന്നു. 15 കിലോമീറ്റർ പോകാൻ വേണ്ടി BMW-യിലിരിക്കുക. രാത്രി പാരാത്രിക്ക് തിരുവനന്തപുരം സിറ്റിയിൽ ഫുൾ റോഡ് ക്ലിയർ ആയി കിടക്കുക. ഒരുപാട് സമയം എടുക്കും. ബൈക്കിൽ പോയില്ല, സൈക്കിളിൽ പോകുന്നതും കൂടെ വേണമെങ്കിൽ ഒരു അരമണിക്കൂറിനകത്ത് അവിടെ എത്തും. ഈ 15 മിനിറ്റ് ഈ BMW-യിൽ ഉണ്ടാക്കാനായിട്ട് ഇവ 1.25 മണിക്കൂർ പിടിക്കും. ആ 1.25 മണിക്കൂർ മുമ്പ് ഒരു പടം ഓടിക്കും. അതിൻ്റെ അകത്ത് വെച്ചുള്ള ഭയങ്കര വളുപ്പും അതും ഇതും എല്ലാം കൂടെ കാണിച്ചു കൂട്ടി നമ്മളവിടെ ഇരുത്തി അങ്ങ് കൊല്ലും ഈ 15 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടി. അതാണ് ഇതിന്റെ ഫസ്റ്റ് ഹാഫ്. എന്നിട്ട് സെക്കൻഡ് ഹാഫിലോട്ട് കയറും. നമ്മൾ വിചാരിക്കും ഫസ്റ്റ് ഹാഫ് തീരുമ്പോഴേ പടം തീർന്ന് എണീറ്റ് പോവാന്ന്. എവിടെ ഒന്നും ആയിട്ടില്ല. സെക്കൻഡ് ഹാഫിൽ നടക്കുന്നു. അതിന്റെ അപ്പുറം അങ്ങോട്ട് പിന്നെ തിരിച്ചു വരും. ആദ്യം 15 കിലോമീറ്റർ അങ്ങോട്ട് പോകും, പിന്നെ അടുത്ത 15 കിലോമീറ്റർ തിരിച്ചു വരും. അപ്പം സെക്കൻഡ് ഹാഫ് പോയി, പടം തീർന്നേ. അത്രേ ഉള്ളു പടം. ഈ ഒരു ഓണക്ക കഥ, ഈ ഒരു ഓണക്ക തൊഴിഞ്ഞ പടത്തിനാണ് ഇത് തിയേറ്ററിൽ കണ്ടുവരെ സമ്മതിക്കണം. ഇത് OTT ഞാൻ സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ഇറങ്ങി ആരും അറിഞ്ഞില്ല. പോസ്റ്ററൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ റിലീസായെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു സത്യത്തിൽ. ഇപ്പൊ OTT ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഇത് തിയേറ്ററിൽ ഇറങ്ങി എന്നുള്ള കാര്യം അറിയുന്നത്. OTT കണ്ടത് ഭാഗ്യം. തിയേറ്ററിൽ പോയി അറിയാത്തത് എന്റെ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എനിക്ക് തിയേറ്ററിൽ പോയി കാണേണ്ടി വന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അത് ഭാഗ്യമായി കണക്കാക്കുന്നു. 2 മണിക്കൂർ നിങ്ങൾക്ക് കളയാനുണ്ടെങ്കിൽ ഇതൊന്ന് എടുത്ത് കണ്ടു നോക്കാവുന്നതാണ്. ചിലവർക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുപോലത്തെ സാധനങ്ങളൊക്കെ അങ്ങൊക്കെ ഉണ്ട് പടത്തില്ല. അതുകൊണ്ട് ചിലപ്പം കണ്ടിരിക്കാൻ ചിലവർക്കൊക്കെ തോന്നുമായിരിക്കും. എനിക്ക് പേഴ്സണലി ഇത് ഒട്ടും ഇഷ്ടമായില്ല, ഒട്ടും കണക്ട് ആയില്ല. വെറുതെ 2 മണിക്കൂർ പോയ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. വെറും ഒരു ചുമ്മാ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അവര് കാറിൽ ഇരുന്ന് അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്രേ ഉള്ളൂ പടം. ഈ 2 മണിക്കൂർ ചുമ്മാ ഇത് തന്നെ കണ്ടോണ്ടിരിക്കാന്ന് വെച്ചാൽ ഒന്നുമില്ല. ബോറടിച്ച് വരുമ്പോ നമുക്ക് തന്നെ തീർന്നാൽ മതി, എണീറ്റ് പോകാന്നുള്ള ഒരു ഫീൽ. OTT-ലായതുകൊണ്ട് പിന്നെ ഒരു സമാധാനം ഉണ്ടല്ലോ, അടിച്ചടിച്ച് കളഞ്ഞ് കാണാം. അങ്ങനെ കണ്ടു തീർത്തു. 2 മണിക്കൂർ അങ്ങനെ കളഞ്ഞു കിട്ടി. അപ്പൊ അത്രേ ഉള്ളൂ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ.